റിപ്പോർട്ടുകൾ വിശദമായി നോക്കാം. പറവൂരിലെ മുൻ പ്രവാസിക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിച്ച വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതിക്കൂട്ടിൽ. വി.ഡി. സതീശന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹനീഫയ്ക്ക് ധനസഹായം അനുവദിച്ചതെന്ന് വ്യക്തമായി. പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ കത്ത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സമ്പന്നനായ പ്രവാസിയെ നിർധന കുടുംബാംഗമെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ വിശേഷിപ്പിക്കുന്നത്. പറവൂർ ചിറ്റാറ്റുകര സ്വദേശി ഹനീഫയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 45,000 രൂപ അനുവദിച്ച വിവാദമാണ് പ്രതിപക്ഷ നേതാവിലേക്ക് എത്തി നിൽക്കുന്നത്. ഹനീഫയ്ക്ക് ധനസഹായം അനുവദിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ശുപാർശ പ്രകാരമാണെന്ന് ശുപാർശക്കത്ത് പുറത്തുവന്നതോടെ വ്യക്തമായി. ശുപാർശക്കത്ത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സമ്പന്നനായ പ്രവാസിയെ നിർധനൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ വിശേഷിപ്പിക്കുന്നത്. പരമാവധി ധനസഹായം നൽകണമെന്നുകൂടി പ്രതിപക്ഷ നേതാവ് ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഹനീഫയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനസഹായം അനുവദിച്ചത്. നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള മുൻ പ്രവാസിയാണ് ഹനീഫയെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. സ്വന്തമായി 2000 ചതുരശ്രയടി വിസ്തൃതിയുള്ള വീടുള്ള ഇദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളും വിദേശത്താണ്. വൃക്കരോഗത്തിന് ചികിത്സയിലാണെങ്കിലും ഏറ്റവും ദരിദ്രർക്ക് മാത്രം അവകാശപ്പെട്ട CMDRFന് ഇദ്ദേഹം അർഹനായിരുന്നില്ല എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശയുടെ പിൻബലത്തിലാണ് ഹനീഫയ്ക്ക് ധനസഹായം ലഭിച്ചത് എന്ന് വ്യക്തം. തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമുള്ള പങ്കാണ് ഇതോടെ പുറത്തുവരുന്നത്. സാലി മുഹമ്മദ്, കൊച്ചി.